ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ദ ബ്രസ്റ്റ് ഗേൾ ഡ്രാമയുടെ എപ്പിസോഡ് 27 ആണ്. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണുന്നത് പപ്പ നമ്മുടെ ഹീറോയിനെ മെങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ ക്യാപ്റ്റൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവളുടെ ബെഡിൽ കിടത്തുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ ആ ഹീറോയെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റന് വില്ലൻ മരിച്ച കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ പ്ലാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ വളരെ സന്തോഷപ്പെടുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് ഉണർന്നു വരും. എന്നിട്ട് നമ്മുടെ പപ്പ നോക്കുമ്പോൾ ദേവതയായിരിക്കും ഉള്ളിലെന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും അത് ഹീറോയിൻ തന്നെ ആയിരിക്കും. പപ്പ, ഞാൻ എങ്ങനെ ഇവിടെ വന്ന, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം നമ്മുടെ പപ്പയാണെങ്കിൽ മെങ്ങനെ അവൾ കൊന്ന കാര്യമൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഇല്യൂഷൻ പോലെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവളും പറയും, ഇല്ല പപ്പ, സത്യം പറ, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറോയും മെങ്ങും ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ദുഷ്ടത്തരമാണ് കാണിക്കുന്നത്, അവൻ വില്ലൻ്റെ കൂടെ കൂട്ടുകിടാൻ പോയി, പിന്നെ മെങ്ങിന് സംഭവിച്ച കാര്യത്തിൽ നിനക്കൊരു പങ്കുമില്ല എന്ന് പറയും. പപ്പ, നീ മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പറ എന്ന് പറയുമ്പോൾ പപ്പയാണെങ്കിൽ ഒരു കാരണവശാലും മെങ്ങിൻ്റെ ആ മരണകാര്യം പറയത്തില്ല. അപ്പോൾ അവൾ ശരി, ഞാൻ നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റന് ഇൻഷയുടെ അനിയത്തിയാണ് കാവലിരിക്കുന്നത്. അവൻ ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ആ സമയം ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നീ അറിഞ്ഞോ വില്ലനെ നിന്റെ ചേട്ടൻ കൊന്നു എന്ന്. അതിനിപ്പോൾ എന്താ, ചേട്ടൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ചേട്ടൻ ചെയ്തത് ശരിയാണെന്ന് അവൾ പറയുമ്പോൾ ക്യാപ്റ്റൻ പറയും, ശരിയൊക്കെ തന്നെയാണ്, പക്ഷേ നിന്റെ ചേട്ടൻ അവളെ കൊന്നതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യത്തിന് ഇപ്പോൾ രാജാവില്ലാതായിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് വരാനുള്ള ആളും നിന്റെ ചേട്ടൻ തന്നെയാണ്. എത്രയും പെട്ടെന്ന് നിന്റെ ചേട്ടന് പട്ടാഭിഷേകം ചെയ്യണമെന്ന്. പോരാത്തതിന് നമ്മുടെ ഹീറോയെ കാണാനില്ല എന്ന് പറയും. ഇനി അനിയത്തിക്കാണെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, അതെങ്ങനെ ഹീറോയെ കാണാതാവും. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഓ, യുവാൻ രാജ്യത്ത് നോക്കാനുള്ള കഴിവ് ഹീറോയ്ക്ക് ഇല്ലായിരിക്കും എന്ന് പറഞ്ഞ് ചിരിക്കും. പിന്നെ പോരാത്തതിന് ഹീറോ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ യുവാൻ രാജ്യത്തിൻ്റെ രാജാവാൻ വേണ്ടിയിട്ടുള്ള അധികാരം രണ്ടാമത്തിരിക്കുന്ന ആൾക്കായിരിക്കും. അങ്ങനെ നോക്കിയാൽ അത് നമ്മുടെ ഇൻഷയ്ക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനിയത്തിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. ഒരു പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ എന്താ ഒരുപാട് പ്രശ്നം വീണ്ടും വരികയാണല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ക്യാപ്റ്റൻ, നീ എന്നെ വീണ്ടും ചതിച്ചല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. നീ എന്നെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ നോക്കുന്നല്ലേ എന്ന്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? നിനക്കെന്താ ഒന്നും അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങൾക്ക് നീ തെളിവുണ്ടോ എങ്കിൽ കാണിക്കാൻ ക്യാപ്റ്റൻ പറയുമ്പം നമ്മുടെ ആ പയ്യന് കൊടുത്ത ആ ഒരു കുട്ടി കീ ചെയിൻ എടുത്തവർ കാണിക്കും. ഓ, ഇത് ഞാൻ അവന് കൊടുത്തില്ലേ, ഞാൻ നിനക്ക് തന്നോ? പിന്നെ നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ കുറ്റപ്പെടാൻ പറ്റും എന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയും, ശരി അത് വിട്, എനിക്ക് ഹീറോയെ പെട്ടെന്ന് കാണണം, അവനെ എൻ്റെ അടുത്ത് തരാൻ പറയും. ക്യാപ്റ്റൻ, എന്താ നീ പറയുന്നത്? ആദ്യം പറഞ്ഞു നിന്നെ ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു എന്ന്, ഇപ്പോൾ പറയുന്നത് ഹീറോയെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. ഇതെന്താ നടക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നിങ്ങൾ അഭിനയിക്കാതെ സത്യസന്ധമായിട്ട് വരാമേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, ശരി നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ പോയി ഹീറോയെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് പപ്പയും അവളും കൂടെ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇൻഷയുടെ അനിയത്തി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരിടത്തും പോകണ്ടാന്ന്. കാരണം ഇൻഷയുടെ അനിയത്തി എല്ലാം വിചാരിക്കുന്നത് ഹീറോയിൻ എപ്പോഴെല്ലാം ദേവത ആവുന്നു ആ സമയം അവളുടെ അടുത്ത് ആരുണ്ടെങ്കിലും അവളെ കൊന്നുകളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷയ്ക്കയുടെ അനിയത്തിക്കാണെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവൾ ദേവതയായി കഴിഞ്ഞാൽ അവൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അനിയത്തി പറയുന്നത്. പക്ഷേ നമ്മുടെ പപ്പയ്ക്കും ഹീറോയിനും ആണെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. അവൾ പറയും, ഞങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ആർക്കും ഞങ്ങൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന പടയാളികളെല്ലാം അവരെ തടയുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? കുറച്ച് മുന്നേ ക്യാപ്റ്റനും അനിയത്തിയും സംസാരിച്ച് ഞാൻ കേട്ടായിരുന്നു, യുവാൻ രാജാവിനെ കാണാനില്ല, വില്ലനാണെങ്കിൽ മരിച്ചുപോയി, അതുകൊണ്ട് ഈ രണ്ട് രാജ്യത്തിൻ്റെ രാജാവാനുള്ള സ്ഥാനം ഇപ്പം നിനക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് നിനക്ക് വേണ്ടിയിട്ട് ആ ഒരു ധൂപത്തിൽ വെളുത്തിരി കത്തിക്കണം അല്ലേന്ന്. അപ്പം നമ്മുടെ ഇൻഷയാണെങ്കിലും, ഓ, ഇനി രാജ്യത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവാൻ ഞാൻ മടിക്കത്തില്ല എന്ന് ഇൻഷ പറയുമ്പോൾ നമ്മുടെ പപ്പയ്ക്കും മോക്കുവാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. ഇൻഷ, ആദ്യമുള്ള നീയും ഇപ്പോൾ ഉള്ള നീയും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞ് പപ്പയും ഹീറോയിനും കൂടെ പോകാൻ നിൽക്കുമ്പോൾ ഇൻഷയാണെങ്കിൽ അവൻ്റെ വാളിനെ ചെറിയ പീസുകളാക്കി അവർ പോവാതെ കൺട്രോൾ ചെയ്ത് നിർത്തും. അപ്പോഴാണെങ്കിൽ നമ്മുടെ പപ്പ അവൻ്റെ കയ്യിലുള്ള വാൾ ഉപയോഗിച്ച് ആ ഒരു പീസിനെ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഒരു വാൾ ആന്തരിക വാളിൻ്റെ ശക്തി കൊണ്ട് ഒടിഞ്ഞു തന്നെ പോകുന്നുണ്ട്. ഇനി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ വു വന്ന് അനിയത്തി
അനിയത്തിയുടെ കഴുത്തിൽ കത്തി വെക്കുന്നത്. എന്നിട്ട് അവള് പറയും, മര്യാദയ്ക്ക് പപ്പേനെയും അവളെയും പുറത്തുവിട്, ഇല്ലാന്നുണ്ടെങ്കിൽ അനിയത്തിയുടെ കഴുത്തിൽ ഞാൻ ഇപ്പൊ കീറി മുറിക്കുമെന്ന്. എന്നിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് പറയും, നിന്റെ വാക്ക് കേട്ട് അന്ന് അഗ്നിനഗരത്തിൽ ആ തീയിലോട്ട് ഞാൻ അവളെ തള്ളിയിട്ടെങ്കിലും ഇപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഇവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്ന്. ഇൻഷയ്ക്കും ക്യാപ്റ്റനും ആണെങ്കിൽ ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ആവും, അനിയത്തിയല്ലേ. ആ സമയം നമ്മുടെ വു ആണെങ്കിൽ ആ ഒരു കത്തി കുറച്ചുകൂടെ അടിച്ച് കഴുത്തിൽ നിന്ന് ചോര വരുത്തുന്നുണ്ട്. എന്നിട്ട് പറയും അവരെ പുറത്തു വിടാൻ. നമ്മുടെ പപ്പയ്ക്കാണെങ്കിൽ അനിയത്തിയുടെ അടുത്ത് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മുടെ വുവിൻ്റെ അടുത്ത് പറയും അവളൊന്നും ചെയ്യണ്ട, അവൾ വെറുതെ വിട്ടേരുന്ന്. ഉടനെ നമ്മുടെ വു ആണെങ്കിലും അനിയത്തിയെ അങ്ങ് തള്ളി വിടുന്നുണ്ട്. ഉടനെ തന്നെ ഇൻഷ അവൻ്റെ വാലിനെ പീസാക്കി നമ്മുടെ വൂവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, നീ എത്ര ധൈര്യം ഇരുന്ന എൻ്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവയ്ക്കുമെന്ന് പറഞ്ഞ് കൊല്ലാൻ വരുമ്പോൾ പപ്പ തടഞ്ഞിട്ട് പറയും അവളൊന്നും ചെയ്യരുത്. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, ഞാനിവിടെ തന്നെ നിന്നോളാം, നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ പപ്പേനെയും അവളെയും പുറത്തു വിടണമെന്ന്. പപ്പയ്ക്ക് മനസ്സിലാവും വൂവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മോളിങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ അവരാണെങ്കിൽ അവളെ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പപ്പയും പറയും ഞാൻ പോയി ഹീറോയെ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് നമ്മുടെ വില്ലൻ്റെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ഇൻഷേനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം വില്ലൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് നമ്മുടെ ഇൻഷയാണല്ലോ. ആ ഇപ്പോൾ എല്ലാ പവറും അവന് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാം വന്ന് അവർ കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ വില്ലൻ്റെ നാട്ടിലുള്ള എല്ലാവരും നല്ലൊരു രാജാവിനെ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്കൊരു ഡൗട്ട് വരും, ഇൻഷ ശരിക്കും നല്ലവനാണോ മോശപ്പെട്ടാണോ എന്ന്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ അങ്ങനെ വിഷമിച്ചിരിക്കും. അവിടേക്ക് നമ്മുടെ ലിഷ വരുന്നുണ്ട്. ലിഷ വന്നിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും ഹീറോയിനോട് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ഇൻഷയുടെ അടുത്ത് ഒരു പടയാളി പോയി പറയും. ആ സമയം ഇൻഷ പറയും അവൾ ഇനി പുറത്ത് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ തടയരുതെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മെങ്ങിൻ്റെ ആ ഒരു കോഫി ഷോപ്പിലോട്ട് വരുന്നുണ്ട്. വരുമ്പോൾ എല്ലാം പുകയും കരിഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത് അവൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ കൺട്രോളിലായിരുന്ന സമയത്ത് കണ്ട ഇല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിരുന്നു, ഞാനാണ് നമ്മുടെ മെങ്ങിനെ കൊന്നത് എന്നെല്ലാം അവൾക്ക് മനസ്സിലാവുമ്പോൾ അവൾ അവിടെ ഇരുന്ന് വല്ലാണ്ട് കരയുന്നുണ്ട്. ഇവിടെ ഹീറോയെ അന്വേഷിച്ചിറങ്ങിയ പപ്പയും വൂവാണെങ്കിൽ നടന്ന് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം തളർന്ന് നമ്മുടെ ഫൈറ്റർ അപ്പച്ചൻ്റെ വീട്ടിലോട്ട് വരും. അവിടെ വരുമ്പോൾ അവിടെ ഒരു പേപ്പർ കരിഞ്ഞു കിടക്കുന്ന കാണും. അപ്പോൾ പപ്പയും അത് എടുത്ത് നോക്കും. ആ പേപ്പർ എന്താണെന്ന് വെച്ചാൽ വൂ പപ്പയ്ക്ക് വേണ്ടി എഴുതിയ ലവ് ലെറ്ററാണ്. അത് കാണുമ്പോൾ പപ്പയ്ക്ക് മനസ്സിലാവും വൂവിന് നമ്മളെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ പറയും നീ എന്താ ഇതെന്നോട് നേരത്തെ പറയാത്തതെന്ന്. അപ്പോൾ വൂ പറയും ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ പറയും ഞാൻ കാരണമല്ലേ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായത്, അതുകൊണ്ട് തന്നെ ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇതുകൊണ്ടാണ് ഈ ഒരു കാരണം എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മാറുന്നില്ലേ, ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് പറയും. നമ്മുടെ പപ്പയ്ക്ക് ഒന്നും തന്നെ പറയാനുണ്ടാവത്തില്ല. ആ സമയം വീടിൻ്റെ പുറത്ത് നമ്മുടെ അനിയത്തി വന്ന് നിൽക്കും. എന്നിട്ട് പപ്പയോട് പറയും ഞാനിപ്പോൾ ഇവിടെ വന്നത് വേറെ ആർക്കും വേണ്ടി സംസാരിക്കാനല്ല, ക്യാപ്റ്റന് വേണ്ടിയിട്ടല്ല, എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്ത് നീങ്ങി പോകുമ്പോൾ അത് തരുന്ന വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ പറ, ഞാൻ നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ആണിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയി സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടന് വേണ്ടി ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. എന്നോടുള്ള നിങ്ങളുടെ ആ പഴയ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേദി കതക് തുറക്കാൻ പറയും. ഇതെല്ലാം നമ്മുടെ വൂവും പപ്പയും കേൾക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഡോറും തുറക്കുന്നുണ്ട്. പപ്പ എൻ്റെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഡോർ തുറന്നെന്ന് പറഞ്ഞ് നമ്മുടെ അനിയത്തി നോക്കുമ്പം അത് ശരിക്കും വൂ ആയിരിക്കും. വൂ പറയും നീ അകത്തോട്ട് കയറി നേരിട്ട് സംസാരിക്കുക, ഒരു ഡോറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന്. അത് നമ്മുടെ വൂ അവളെ സപ്പോർട്ട് ചെയ്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവും. എങ്കിലും ഡോർ തുറക്കാൻ പപ്പ വരാത്തത് എന്നോടുള്ള വിശ്വാസക്കുറവാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ അനിയത്തിയാണെങ്കിൽ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.